സംസ്ഥാനത്തെ വിവിധ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ. തുക അനുവദിക്കാത്തതിനാൽ 8ഓളം പദ്ധതികളുടെ നടത്തിപ്പാണ് അവതാളത്തിലായത്. ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന രേഖകളും ജനം ടിവിക്ക് ലഭിച്ചു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്നും കുടിശ്ശികയില്ലെന്നും ആരോഗ്യമന്ത്രി തന്നെ നിയമസഭയിൽ തുറന്നു സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 8ഓളം ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ കോടികൾ ആശുപത്രികൾക്ക് നൽകാനുണ്ടെന്നത് ആരോഗ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭയിൽ ടി വി ഇബ്രാഹിമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 1128 കോടി 69,16,163 രൂപയാണ് കുടിശ്ശിക. കാരുണ്യ ബെനവലന്റ് പദ്ധതിക്ക് 189 കോടി 28,42,581 രൂപയാണ് കുടിശ്ശിക. RBSK പദ്ധതിക്ക് 5 കോടി 95,67,784 രൂപയും ആരോഗ്യ കിരണത്തിന് 13 കോടി 82,59,875 രൂപയും ഹൃദ്യം പദ്ധതിക്ക് 1 കോടി 23,468 രൂപയും ആവാസ് പദ്ധതിക്ക് 7,31,470 രൂപയും അമ്മയും കുഞ്ഞും പദ്ധതിക്ക് 7 കോടി 11,46,012 രൂപയും സുഹൃതം പദ്ധതിക്ക് 7 കോടി 72,64,123 രൂപയുമാണ് കുടിശ്ശിക. പദ്ധതികളിൽ ഭീമമായ തുക കുടിശ്ശികയുള്ളതിനാൽ എംപാനൽ ചെയ്ത ആശുപത്രികൾ പിൻവലിയുന്ന സാഹചര്യമാണ് നിലവിൽ. കുടിശ്ശിക തുക എപ്പോൾ ആശുപത്രികൾക്ക് നൽകാൻ കഴിയുമെന്ന് പറയാനും സർക്കാരിനാകുന്നില്ല. പദ്ധതികളുടെ കേന്ദ്രവിഹിതം കൃത്യമായി സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നുണ്ട്. എന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണെന്ന ന്യായീകരണമാണ് സർക്കാരിന് പറയാനുള്ളത്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.